തൃണമൂൽ കോൺഗ്രസിൽ നിയമസഭയിലെ പിളർപ്പ് പാർലമെന്റിലേക്കും വ്യാപിച്ചതോടെ ഡൽഹിയിലും നാടകീയ നീക്കങ്ങൾ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി കൂടിക്കാഴ്ച നടത്താൻ വിമത എംപിമാർ ഡൽഹിയിൽ തുടരുകയാണ്. മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ എംപിയും വിമതർക്കൊപ്പം ചേർന്നേക്കും. ഇതിനിടെ പാർട്ടി ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ വിമതരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, തൃണമൂലിൽ നിലവിലെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഈ വിമതർ അപ്പാടെ അങ്ങ് പോകുമെന്നാണോ? സുമേഷ്, ഇപ്പോൾ പാർലമെന്റിലും സമാനമായ നീക്കം സംസ്ഥാനത്തുണ്ടായ രാഷ്ട്രീയ നീക്കം തന്നെയാണ് പാർലമെന്റിലും ഉണ്ടാകാനായി ഇപ്പോൾ പോകുന്നത്. വിമത എംപിമാർ ഡൽഹിയിൽ തന്നെ തുടരുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു സമയം ഈ വിമത എംപിമാർ തേടിയിട്ടുണ്ട്. അത് ലഭിച്ചാൽ സ്പീക്കറെ കണ്ട് തങ്ങളാണ് ഔദ്യോഗിക പക്ഷം എന്ന കാര്യം ഈ വിമത എംപിമാർ ധരിപ്പിക്കും. അതിനുശേഷം പാർലമെന്റിൽ എൻഡിഎക്കൊപ്പം ഇരിപ്പിടം വേണമെന്നൊരു ആവശ്യം കൂടി മുൻനിർത്തും എന്നാണ് നമുക്ക് അറിയുവാനായി സാധിക്കുന്നത്. എന്തായാലും ഈ കൂടിക്കാഴ്ചയുടെ സമയമാണ് ഇനി ഇതിൽ നിർണായകമായിട്ടുള്ള മറ്റൊരു ഘടകം. മറ്റൊന്ന്, മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പഠാൻ എംപിയും ഇതുപോലെ വിമത എംപിമാർക്കൊപ്പം ആ ഒരു ക്യാമ്പിലേക്ക് ചേരും എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ ചില അനുനയ നീക്കങ്ങൾ കൂടി നടക്കുന്നു. കാരണം 20 എംപിമാർ ഇന്ത്യക്കൊപ്പം പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരിക്കും ഇന്ത്യ മുന്നണിക്ക് പാർലമെന്റിൽ ഉണ്ടാവുക. ഭരണഘടനാ ഭേദഗതി ബില്ലടക്കം കേന്ദ്ര സർക്കാരിന് പാസ്സാക്കാനുള്ള സാധ്യതകൾ ഇതിലൂടെ വഴിതെളിയും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഈ എംപിമാരെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ ഈ അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.